നമസ്കാരം. YSR തെലങ്കാന പാർട്ടിയുടെ അധ്യക്ഷയായ YS ശർമിള ജനുവരി ആദ്യ വാരത്തോടുകൂടി കോൺഗ്രസിന്റെ ഭാഗമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായ പങ്ക് വഹിക്കാൻ ആഗ്രഹിക്കുന്ന ശർമിളയ്ക്ക് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സുപ്രധാന സ്ഥാനം വാഗ്ദാനം ചെയ്തതായുള്ള സൂചനകളുമുണ്ട്. എന്തായാലും കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ DK ശിവകുമാറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമായി തന്നെയാണ് നിലവിൽ YS ശർമിള കോൺഗ്രസിന്റെ ഭാഗമാവുന്നത്. 2024 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശർമിളയെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ശർമിള സമ്മതിച്ചതായി കൂടി അവരുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ മറ്റൊരു തന്ത്രം പാളും എന്നുള്ള ആശങ്ക കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്തണമെന്നാണ് നിലവിൽ കോൺഗ്രസ് YS ശർമിളയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വിശാഖപട്ടണത്തും മറ്റൊന്ന് വിജയവാഡയിലും. ഈ 2 സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി കൂടി YS ശർമിളയ്ക്കൊപ്പം ഉണ്ടാവും. അവർ സജീവമായി ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ പ്രചരണ പരിപാടികളൊക്കെ നടത്തും. പക്ഷേ രായലസീമയിൽ മറ്റൊരു യോഗത്തിൽ സംസാരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും YS ശർമിള ഇത് നിഷേധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം രായലസീമ മേഖലയിലെ തന്റെ സഹോദരനായ ജഗൻമോഹൻ റെഡ്ഡിയുടെ വോട്ട് ബാങ്ക് പിളർത്താൻ, അത് തകർക്കാൻ തനിക്ക് ആഗ്രഹമില്ല എന്നാണ് അവർ കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മറുപടി. YS രാജശേഖര റെഡ്ഡിയുടെ മക്കളായ YS ജഗൻമോഹൻ റെഡ്ഡിയെയും YS ശർമിളയും തമ്മിൽ തല്ലിപ്പിച്ച് ചോര കുടിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം പാളുമെന്നുള്ള ഒരു സൂചന കൂടി ഇതിന് പിന്നിലുണ്ട്. എന്തായാലും 2009 അന്നത്തെ മുഖ്യമന്ത്രിയായ YS രാജശേഖര റെഡ്ഡിയുടെ മരണശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞതോടുകൂടിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. ആ സമയത്ത് YSRന്റെ ഭാര്യയായ വിജയമ്മയും മകളായ YS ശർമിളയും ഒക്കെ ജഗൻമോഹൻ റെഡ്ഡിക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് ജഗനും ശർമിളയും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അവർ പാർട്ടി വിടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് YS ശർമിള സ്വന്തം പാർട്ടി രൂപീകരിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആകണോ അതോ രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് ചെല്ലണോ എന്ന കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. നിലവിൽ എന്തായാലും YS ശർമിള കോൺഗ്രസിന്റെ ഭാഗമാകും. പക്ഷേ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ തട്ടകമായ റായലസീമയിൽ അവർ കാര്യമായ പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങില്ല എന്ന് തന്നെയുള്ള സൂചനകളാണ് വരുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2024 പൊതു തെരഞ്ഞെടുപ്പിലും അവർക്ക് ആശ്വാസമാകാൻ പോകുന്നത് ദക്ഷിണേന്ത്യ മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.